അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ള പാർട്ടാണ് സെറ്റപ്പ് യുവർ ഓർഗനൈസേഷണൽ പ്രൊഫൈൽ. അതായത് സോഹോ ബുക്സ് ചെയ്യുമ്പോൾ നമ്മൾ സൈനപ്പ് ചെയ്തതിന് ശേഷം ചെയ്യേണ്ട ഭാഗമാണ് കമ്പനിയുടെ പ്രൊഫൈൽ സെറ്റ് ചെയ്യുക എന്നുള്ളത് അല്ലെ. ഇപ്പൊ നമ്മൾ ഏത് കമ്പനിയാണോ അക്കൗണ്ട്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ സെയിൻ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന നമ്മുടെ കമ്പനി അല്ലെ, അതിൽ നിങ്ങൾക്ക് അതിന്റെ ഒരു നെയിം, അതുപോലെ അതിന്റെ അഡ്രസ്സ്, കാര്യങ്ങൾ, GST രജിസ്റ്റേർഡ് ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ആണ് നെക്സ്റ്റ് വരുന്നത്. ഓക്കെ, സോ ഓർഗനൈസേഷണൽ ഡീറ്റെയിൽസിൽ നമുക്ക് ഓൾറെഡി നമ്മുടെ കമ്പനിയുടെ പേര് ഇവിടെ വന്നിട്ടുണ്ട്. ദെൻ ഇൻഡസ്ട്രി, ഏതാണ് ഇൻഡസ്ട്രി എന്നുള്ളത് നമുക്ക് കൊടുക്കാൻ പറ്റും. സോ നമുക്ക് ഏതായിരിക്കും, ഇപ്പോൾ റീറ്റെയിൽ എന്നുള്ളത് കൊടുക്കുകയാണ്. ഞാൻ റീറ്റെയിൽ, ഇ കൊമേഴ്സ് ആൻഡ് ഓഫ്ലൈൻ എന്ന് കൊടുക്കുക. കുറെ ഓപ്ഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഏജൻസി, സെയിൽസ് ഹൗസ്, അഗ്രികൾച്ചർ, ആർട്സ് ആൻഡ് ഡിസൈന്, ദെൻ അങ്ങനെ കുറെ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. എഡ്യൂക്കേഷന്, എഞ്ചിനീയറിംഗ്, എന്റർടൈൻമെന്റ് എന്നൊക്കെ പറഞ്ഞ് കുറെ ഓപ്ഷൻസ്. അപ്പൊ നമ്മുടെ ബിസിനസ് ഏത് തരം ബിസിനസ് ആണോ നോക്കുക, അതിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ റീറ്റെയില്, ഇ കൊമേഴ്സ് ആൻഡ് ഓഫ്ലൈന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒരു ഇലക്ട്രോണിക് ബിസിനസ് ആണ്, അതുകൊണ്ട് ഞാൻ ഈ രീതിയിൽ കൊടുക്കാം. ഓക്കെ, ദെൻ ഇനി ഓർഗനൈസേഷൻ ലൊക്കേഷന് ചോദിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഓൾറെഡി കമ്പനി ക്രിയേറ്റ് ചെയ്ത സമയത്ത് തന്നെ, മീൻസ് കമ്പനി അല്ല, നമ്മൾ സൈനപ്പ് ചെയ്ത സമയത്ത് തന്നെ ഇന്ത്യയാണ് കൊടുത്തത്. അപ്പൊ ഇനി നമുക്കത് മാറ്റാൻ പറ്റില്ല. ദെൻ ടെറിട്ടറി സെലക്ട് ചെയ്യാൻ പറ്റും. കേരള സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി, കേരള വന്നിട്ടുണ്ട്, സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഓർഗനൈസേഷൻ ലൊക്കേഷൻ കൊടുത്തു, യൂണിയൻ ടെറിട്ടറി കൊടുത്തു. ഇനി നമുക്ക് അഡ്രസ്സ് കാര്യങ്ങളൊക്കെ, ഓർഗനൈസേഷന്റെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. അതിലുള്ള ഓപ്ഷൻ ആണ്. സോ ആഡ് ഓർഗനൈസേഷൻ അഡ്രസ് എന്നുള്ളതിൽ ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സ്ട്രീറ്റ് കൊടുക്കാം. നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോ റോയൽ സ്ട്രീറ്റ്, നമുക്ക് ഏതെങ്കിലും ഒരു സ്ട്രീറ്റ് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഞാൻ റോയൽ സ്ട്രീറ്റ് എന്ന് കൊടുക്കുകയാണ്. ദെൻ കൊച്ചി. ഓക്കെ, ദെൻ നമുക്കിവിടെ ഒരു ഓപ്ഷൻ ആയിട്ട് കൊടുക്കാം. നമുക്ക് എന്ത് ചെയ്യാം, ഫോർട്ട് കൊച്ചി എന്ന് കൊടുക്കാം. ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കാം കേട്ടോ. ദെൻ ഇതൊക്കെ കൊടുക്കുന്ന സമയത്ത് ക്യാപിറ്റൽ ആക്കേണ്ടത് ക്യാപിറ്റൽ ആക്കണം, സ്മോൾ ലെറ്റർ ആക്കേണ്ടത് സ്മോൾ ലെറ്റർ ആക്കിയിട്ട് കൊടുക്കണം കേട്ടോ. ഓക്കെ, സോ അല്ലെങ്കിൽ ഞാനിവിടെ കളമശ്ശേരി എന്ന് കൊടുക്കാം. ഓക്കെ, കളമശ്ശേരി. ഓക്കെ, കളമശ്ശേരി എന്ന് കൊടുത്തു. ദെൻ സിറ്റി കൊടുക്കാം. നമുക്ക് കൊച്ചിയോ എറണാകുളം ഏതാ സിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ എറണാകുളം എന്ന് കൊടുത്തു. ഓക്കെ, എറണാകുളം കൊടുക്കാം. ഇനി പോസ്റ്റൽ കോഡ്, നിങ്ങൾക്ക് പോസ്റ്റൽ കോഡ് കൊടുക്കാം. ജസ്റ്റ് ഞാനൊരു നമ്പർ കൊടുക്കാണ് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് റീജിയണൽ സെറ്റിംഗ്സ് ആണ്. മീൻസ് ഇന്ത്യൻ റുപ്പി ആണ്. നമ്മൾ ഇന്ത്യ സെലക്ട് ചെയ്തപ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടുണ്ട്. ലാംഗ്വേജ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം, നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയറിൽ യൂസ് ചെയ്യേണ്ട ലാംഗ്വേജ് കേട്ടോ. ഓക്കെ, ഞാൻ ഇംഗ്ലീഷിനെ സെലക്ട് ചെയ്യാണ്. ടൈം സോൺ ഒക്കെ ഇന്ത്യ സെലക്ട് ചെയ്തുകൊണ്ട് അതിനനുസരിച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ഇനി നമ്മളോട് ചോദിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ്, ഈസ് ദിസ് ബിസിനസ് രജിസ്റ്റേർഡ് ഫോർ GST എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ GSTയിൽ രജിസ്റ്റേർഡ് ആണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മുടെ ബിസിനസ് GSTയിൽ രജിസ്റ്റേർഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് എസ് ആക്കിയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഞാനിത് ഇപ്പോ എന്ത് ചെയ്യുന്നില്ല, ഓൺ ചെയ്ത് കൊടുക്കുന്നില്ല, ജസ്റ്റ് ഇതേപോലെ കണ്ടിന്യൂ ചെയ്യാണ്. GST വെച്ചിട്ടുള്ളത് നമ്മൾ പിന്നീട് ചെയ്യുന്നുണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പൊ GST ഞാനിപ്പോ എനേബിൾ ചെയ്യുന്നില്ല. ദെൻ നെക്സ്റ്റ് നമ്മളോട് പറയുന്നുണ്ട്, യു ക്യാൻ അപ്ഡേറ്റ് സം ഓഫ് ദീസ് പ്രിഫറൻസസ് ഫ്രം സെറ്റിംഗ്സ് എനി ടൈം. ഇപ്പൊ നമ്മൾ ഈ കൊടുക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഇതെല്ലാം ഇപ്പോ തന്നെ കമ്പൽസറി ആയിട്ട് കൊടുക്കണം എന്നൊന്നുമില്ല. നമുക്ക് പിന്നീട് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഓൾട്ടർ ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ the language you select on this page will be default language for the following features even if you change the language later. Okay, നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ കൊടുക്കുന്ന ലാംഗ്വേജിന്റെ ആയിരിക്കും ഡീഫോൾട്ട് ആയിട്ട് നമ്മുടെ കമ്പനിയിൽ വരുന്നുണ്ടാവുക എന്നുള്ളതുകൂടെയാണ് അവിടെ പറയുന്നത്. ഓക്കെ, സോ ഇത്രയും ഡീറ്റെയിൽസ് കൊടുക്കുക, കമ്പനിയുടെ ഡീറ്റെയിൽസ്, ഇൻഡസ്ട്രി, ലൊക്കേഷന്, ദെൻ അഡ്രസ്സ്, ദെൻ അതുപോലെ തന്നെ ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കാം. ഗെറ്റ് സ്റ്റാർട്ടഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ സോഹോ ബുക്സിലോട്ട് ലോഗിൻ ആവുന്നത് കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. വെൽക്കം അബ്രോഡ് സെയിൻ ഇലക്ട്രോണിക്സ് 324 മീൻസ് അത് നമ്മൾ ആ മെയിൽ ID-യുടെ നെയിം വെച്ചിട്ടാണ് പറയാ. താങ്ക് യു ഫോർ ചൂസിങ് സോഹോ ബുക്സ്. ബിഫോർ യു സ്റ്റാർട്ട് വി ഹാഡ് ലവ് ടു ഷോ യു അറൌണ്ട് ആൻഡ് ഹെൽപ്പ് യു നാവിഗേറ്റ് ദ ആപ്പ്. ജസ്റ്റ് അവരുടെ ഒരു വെൽക്കം മെസ്സേജ് ആയിട്ട് വരുന്നതാണ്. സോ നോ താങ്ക്സ്, ഐ വിൽ എക്സ്പ്ലോർ ഇറ്റ് എന്നുള്ളത് കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ,
സോ ഇതാണ് സോഹോ ബുക്സിന്റെ ഒരു ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, വെരിഫൈ യുവർ സോഹോ അക്കൗണ്ട് ടു സ്റ്റാർട്ട് ഇൻവോയ്സിങ് യുവർ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത് വെരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ വെരിഫൈ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇതാണ് ഇതിന്റെ ഒരു ഡാഷ്ബോർഡ്. ഓക്കെ, ഇതിൽ നമുക്ക് കുറെ ഓപ്ഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇപ്പൊ ഇവിടെ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്, റീസെന്റ് അപ്ഡേറ്റ്സ്, ഡാഷ്ബോർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ടാവും. ഓക്കെ.